കൂടുതൽ വിശദാംശങ്ങളുമായി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇപ്പോൾ രാഹുൽ സുരേഷുണ്ട്. രാഹുൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരിക്കും ഈ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ആഘാതം ആനയെ വിരട്ടി എന്നുള്ളതാണ് സത്യം. പ്രാഥമിക നിഗമനം അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഈ ആനയ്ക്ക് സമീപം നിന്ന് കരിമരുന്ന് പ്രയോഗം നടത്തുകയും ആനയ്ക്ക് അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിക്കുകയും ആന വിരണ്ടോടുകയും അതിനിടയിൽ ഒരു ആന മറ്റൊരു ആനയെ കുത്തുകയൊക്കെ ചെയ്ത സംഭവമാണ് ഈ കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ ഉണ്ടായത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്നുകൂടി കാണാം. കണ്ടില്ലേ, ഈ ആന വിരണ്ട് ഓടുകയാണ് ശരിക്കും. കാരണം ഈ കരിമരുന്ന് പ്രയോഗം ഉണ്ടാക്കിയ ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ ഷോക്കിൽ തന്നെയാണ് ഈ ആനയുടെ വിരണ്ടുള്ള ഓട്ടം. ഈ തെക്കിലും തിരക്കിലും പെട്ടാണ് 3 പേർക്ക് ജീവഹാനി സംഭവിച്ചും കുറച്ച് ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. അതിൽ ചില ആളുകളുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുന്നുവെന്നാണ് രാവിലെയും നമുക്ക് കിട്ടിയ വിവരം. രാഹുൽ സുരേഷ് ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്നലെ. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. രാഹുൽ, പറയൂ. എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അവസാന ദിനമായിരുന്നു ഇന്നലെ. ആ ദിനത്തിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ക്ഷേത്രത്തിലേക്ക് തേടി എത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ അവസാന ദിനമായതിനാൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിലേക്ക് 2 ഇടങ്ങളിൽ നിന്നുണ്ടായ ക്ഷേത്ര വരവുകൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കരിമരുന്ന് പ്രയോഗം നടത്തിയത്. ഏതാണ്ട് നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 3 മിനിറ്റുള്ള ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ 3 മിനിറ്റിലും വലിയ രീതിയിലുള്ള ശബ്ദത്തോടു കൂടിയുള്ള കരിമരുന്ന് പ്രയോഗം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനിടയിൽ പല കുട്ടികളും ആ ശബ്ദം കേട്ട് കരയുന്നത് കാണാം. പല ആളുകളും ഈ ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് മാറാൻ ശ്രമിക്കുന്നത് കാണാം. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് 2 ആനകൾ അവിടെ നിൽക്കുന്നു. അതിൽ ഒരു ആന മുന്നോട്ട് കയറി വരുന്നു. ആ ആന മുന്നിൽ നിൽക്കുകയായിരുന്നു ആനയെ കുത്തുന്നു. ഇതോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. തുടർന്ന് ആളുകൾ ഇവിടെ നിന്നും ചിതറി ഓടുകയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ആന മറ്റൊരു ആനയെ കുത്തിയതിന് പിന്നാലെ, ആനകൾ ഇടഞ്ഞതിന് പിന്നാലെ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിയിൽപ്പെട്ട് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ 3 പേർ മരിക്കാൻ കാരണമായതും ഈ കെട്ടിടം പൊളിഞ്ഞു വീണതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അരമണിക്കൂറോളം ഒരു ഭീകരാന്തരീക്ഷം ഈ ക്ഷേത്രത്തിലും അതിന് സമീപത്തും നിലനിന്നിരുന്നു. അതിനുശേഷം അരമണിക്കൂറിന് ശേഷമാണ് ഈ 2 ആനകളെയും തളയ്ക്കാനായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഈ ദൃശ്യങ്ങളും പറയുന്നത്. ഇന്നലെ അത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഈ ഭാഗത്തു നിന്നുമാണ് വരവ് വന്നിരുന്നത്. ഈ ഭാഗത്ത് നിൽക്കുകയായിരുന്ന ആന മുന്നോട്ട് കയറി വരുന്നു. അതിനുശേഷമാണ് മുന്നിൽ നിൽക്കുകയായിരുന്ന ആനയെ കുത്തുകയും 2 ആനകളും ഇടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 1000-ലധികം ആളുകൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ വരവ് കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ആളുകളുടെ എണ്ണം വർദ്ധിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായതിനും വലിയൊരു അപകടം ഈ ക്ഷേത്രത്തിൽ സംഭവിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 29 ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറവങ്ങാട് സ്വദേശിയായിട്ടുള്ള ലീല, താഴത്തേടത്ത് സ്വദേശിയായിട്ടുള്ള അമ്മുക്കുട്ടിയമ്മ, വടക്കയിൽ രാജൻ തുടങ്ങി 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇവിടെ മൃതദേഹം എത്തിക്കും. ഈ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് 3 പേരുടെയും വീടുള്ളത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. അതേസമയം പരിക്കേറ്റ 29 പേരിൽ 2 പേരുടെ പരിക്ക് മാത്രമാണ് സാരമായിട്ടുള്ളത്. ബാക്കിയുള്ള കുറച്ച് ആളുകൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും വനംവകുപ്പിൻ്റെയും റവന്യൂവിൻ്റെയും അന്വേഷണം പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും സമാന്തരമായ അന്വേഷണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി ചേരുന്നുണ്ട്. ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഒരു ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇതിനു വേണ്ടി എന്താ പറയുക, താലപ്പൊലിക്ക് വേണ്ടി പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു, അതായത് ആന വിരണ്ടോടിയതാണ്. അവിടുന്ന് എന്താ പറയുക, പടക്കം പൊട്ടിക്കൽ, ആഘോഷ വരവിൻ്റെ പടക്കം പൊട്ടുമായിരുന്നു. അത് കേട്ടപ്പോൾ മുന്നിലുള്ള ആന തിരിഞ്ഞ് അത് രക്ഷപ്പെടാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ മറ്റേ ആനേൻ്റെ മുകളിൽ കുത്തി. കുത്തിയപ്പോൾ അതും വിരണ്ട് എല്ലാം കൂടി പിന്നെ അത് ആൾക്കാരുടെ അടുത്തേക്ക് പോകുമായിരുന്നു. ആൾക്കാർ അവിടുന്ന് തിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാരുടെ മേത്തൊക്കെയാണ് തട്ടിയത്. ആ കെട്ടിടത്തിൻ്റെ തകർന്ന് വീണപ്പോൾ അതിൻ്റെ അടിയിൽ പെട്ടതല്ല, ആനേൻ്റെ ആ ഒരു പെട്ടതാണോന്നറിയില്ല. എന്തായാലും ഇവിടുന്നാണ് കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചത്. വലിയ ശബ്ദം ഉണ്ടായിരുന്നല്ലേ അതിനെ പൊട്ടിക്കുന്ന സമയത്ത്? കാരണം ആ ദൃശ്യങ്ങളിലൊക്കെ അത് വ്യക്തമുണ്ട്. പൊട്ടൽ നല്ല പൊട്ടായിരുന്നു. അതിൻ്റെ ഒരു പേടിയിലാണെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആന നേരെ ഓടി പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആനയായിട്ട് ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അത് ആനയായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആളുകൾ പേടിച്ച് ഓടുന്നതിനുണ്ടായ ഈ അപകടം തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിന് കാരണമാവുകയും 3 പേർ മരിക്കുകയും 29 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയത്. ഓക്കെ, രാഹുൽ സുരേഷാണ് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്.